ഹായ്, ജോഫി ജോസാണ്. ഓസ്ലാർ മൂവിയുടെ കീറിമുറിക്കൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓസ്ലാർ മൂവിയുടെ ആ ടൈറ്റിലിംഗ് കാണിക്കുമ്പോൾ തന്നെ അതിലൊരു സർജിക്കൽ ബ്ലേഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും ആ പടത്തിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. ഇതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഡോക്ടർ രൺധീറിൻ്റെ തിരക്കഥ, നമ്മുടെ ചെക്കൻ മിഥുൻ മാനുവലിൻ്റെ സംവിധാനത്തിൽ. ഈ പടം ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ജയറാമോ അല്ലെങ്കിൽ മമ്മൂട്ടി ഇതിൽ ഗസ്റ്റ് റോളായിട്ട് വരും എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളൊന്നുമല്ല ഈ പടം കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഈ പടം ഇറങ്ങിയപ്പോൾ തന്നെ മിഥുൻ മാനുവൽ പറഞ്ഞു, ആരും അഞ്ചാം പാതിര പ്രതീക്ഷിച്ച് വരരുത്, ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്, സംഭവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും തലയിൽ എന്നാലും ഒരു മിഥുൻ മാനുവൽ എന്തായിരിക്കും ചെയ്തു വെച്ചേക്കുക ഈ ത്രില്ലറിൽ എന്നുള്ളൊരു വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ പടത്തിൽ ക്ലാസ് ആയിട്ട്, അതായത് പടം തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ത്രെഡ് കിട്ടിയിരിക്കുന്ന ഒരു കാവ്യ ശകലം ഉണ്ട് കേട്ടോ. ഞാനതൊന്ന് പറയാം. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ, പൊട്ടിച്ചിരികൾ ഓടി മറിയട്ടെ, അവിടമാണിടം, മരണപ്പെട്ടവർ ജീവിക്കുന്നവരെ സഹായിക്കുന്നു, അവർ അതിൽ ആനന്ദിക്കുന്നു. വാചകങ്ങൾ വെച്ചിട്ടാണ് പടത്തിൻ്റെ കഥ അങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരുന്നത്, അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ കഥ തിരിയുന്ന വാചകങ്ങളാണത്. അപ്പോൾ ഞാനിതിൻ്റെ സ്പോയിലറാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പറയുന്നില്ല. ഞാനിതിലെ മനോഹരമായിട്ടുള്ളൊരു കാവ്യശകലം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയായിരുന്നു. ജയറാമിനെയൊക്കെ എല്ലാവരും മലയാളികളൊക്കെ മറന്നു പോയായിരുന്നു. എന്താ വെച്ചാൽ ജയറാമിനെ വിട്ട് കാലം കുറേ മുന്നോട്ട് പോകുന്നു, ഒരുപാട് പുതിയ ആക്ടേഴ്സും യങ്സ്റ്റേഴ്സൊക്കെ വന്നപ്പോൾ ജയറാം ശരിക്കും പുറകോട്ട് പോയായിരുന്നു. ആ സമയത്ത് ജയറാമിന് ഇത്രയും വലിയൊരു റോള് കൊടുത്തുകൊണ്ട് മിഥുൻ മാനുവൽ എന്തുകൊണ്ട് ജയറാമിനെ മടക്കി കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ പടം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം ഒട്ടും മോശമാക്കിയിട്ടില്ല. എന്നാൽ സൂപ്പർ ഹിറ്റ് ആകുമോ അല്ലെങ്കിൽ അഞ്ചാം പാതിരയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ അഞ്ചാം പാതിരയായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ബിക്കോസ് അതിൻ്റെ അത്രയും വന്നിട്ടില്ല. എന്നാൽ തീരെ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പടം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോഴേക്കും അടുത്ത സീൻ, അതായത് ഒരു ഫോൾഡർ തുറന്ന് അതിലെ ഫയലുകൾ നമ്മൾ വരുത്തുമ്പോഴേക്കും അടുത്ത ഫോൾഡർ, അതായത് ഇങ്ങനെ കഥകൾ ഇങ്ങനെ പടപടപടയെന്നും പറഞ്ഞ് ചാടി പോവാണ്. അവസാനം സ്ലോ ആവുന്നത് ഇൻ്റർവെല്ലിന് ഒരു പഞ്ച് കൊടുക്കാൻ നേരത്ത് ഇൻ്റർവെൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവെല്ലായോ, ഇതെന്താ ഇങ്ങനെ ഒരു ഇൻ്റർവെൽ എന്ന് ആലോചിച്ച് നിൽക്കുന്ന രീതിയിൽ, അതായത് ബും അടിപൊളി സംഭവ വികാസങ്ങളിലേക്ക് തുറന്നു വെച്ചേക്കുന്ന ഒരു ഇൻ്റർവെൽ പഞ്ചായിട്ട് നമുക്ക് തോന്നിയില്ല. അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ മഹാൻ നടൻ മമ്മൂട്ടി എപ്പോൾ വരുമെന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. പിന്നെ എല്ലാവരും വിചാരിച്ച പോലെ മമ്മൂട്ടിയുടെ ഒരു മാസ് എൻട്രി, തിയേറ്ററിനെ പൂരപ്പറമ്പാക്കിക്കൊണ്ട് എല്ലാവരും ആർപ്പുവിളികളോടെ മമ്മൂട്ടീനെ ഏറ്റെടുത്തു. തീർച്ചയായിട്ടും പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, മിഥുൻ മാനുവൽ വിചാരിക്കുന്ന പോലെ തന്നെ മിഥുൻ മാനുവലിൻ്റെ കഥാഗതിക്ക് അനുസരിച്ച് തന്നെ ഇതെല്ലാം ചേർന്ന് നിന്നു. അപ്പോൾ ഈ റോള് ജയറാമിനെടുത്താൽ പൊന്തിയോ എന്ന് എനിക്ക് പടം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു. എന്താ വെച്ചാൽ ജയറാമിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ജയറാം ഇങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇനി ജയറാമിന് ക്യാരക്ടർ അനുസരിക്കുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ജയറാമിൻ്റെയൊക്കെ പകുതി സീനുകളിൽ ജയറാമിൻ്റെ നിപ്പ് ഇങ്ങനെ, എല്ലാവരും ജയറാമിനെ ട്രോൾ ചെയ്ത് മറ്റേ എയറിൽ നിർത്തിയൊക്കെ ആയിരുന്നില്ല. ജയറാമിൻ്റെ മറ്റേ നന്മമര നിപ്പ് ആ സംഭവം ഇതിൽ കാണിക്കാനായിട്ടൊന്നും ജയറാമിന് സമയം പോലും കിട്ടിയില്ല. എന്ന് വെച്ചാൽ ജയറാമും നമ്മുടെ മിഥുൻ മാനുവലിൻ്റെ കയ്യിലൊരു ഉപകരണമായിട്ട്, മിഥുൻ മാനുവൽ എന്താണോ പ്ലാൻ ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് ജയറാം അഭിനയിക്കുകയായിരുന്നു. ഒരു സ്ഥലത്തും നമ്മളെ സ്ലോ ആക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒന്നും വിശ്രമിപ്പിക്കുന്നില്ല. അപ്പോഴേക്കും അടുത്തത് നമ്മുടെ തലയിലേക്ക് തലച്ചോറ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഫ്ലാഷ് ബാക്ക് പറയുന്ന കാലഘട്ടം, ഇപ്പം മിഥുൻ മാനുവലിൻ്റെ മിക്ക സിനിമകളിലും ഇതിൻ്റെ പിന്നിലെ റിവെഞ്ച് കാണിക്കാൻ വേണ്ടി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത് ഒരു പഴയ കാലഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഫീനിക്സ് മൂവി ആണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് ചെയ്തു. ഈ പടത്തിലും ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ 89 കാലഘട്ടത്തിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള അഭിനേതാക്കളും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നായകന്മാരുടെ ചെറുപ്പകാലം കാണിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്നതൊക്കെയായിട്ട് തോന്നി. ഒന്നും പറയാനില്ല. ഈ പടത്തിൽ നമ്മളെ ഞെട്ടിച്ചേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യം തന്നെ പറയേണ്ടത് ജഗദീഷാട്ടോ. ജഗദീഷൊക്കെ വേറെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പടത്തിലെ ജഗദീഷിൻ്റെ അഭിനയം. പിന്നെ ഒന്നും പറയാനില്ല. നമ്മുടെ മഹാനടൻ മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടിയുടെ എൻട്രി തന്നെ പടത്തിനെ കീഴ്മേൽ മറിക്കുന്ന രീതിയിലാണ് മമ്മൂട്ടിയുടെ എൻട്രിയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ മമ്മൂട്ടിക്കും വലുതായിട്ട് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. മമ്മൂട്ടി ഒരു സാധാരണ എന്തോ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന പോലത്തെ റോളൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ മമ്മൂട്ടിയുടെ എൻട്രി ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു. ജയറാമിൻ്റെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ജയറാമിൻ്റെ സ്റ്റൈലിംഗ് ചെയ്തേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പാറ്റേണിലുള്ള ഷർട്ട് പല കളറിൽ, ഇത് തന്നെയാണ് ജയറാം തുടക്കം മുതൽ അവസാനം വരെ ഇടുന്നതായിട്ട് കാണിക്കുന്നത്.
സംഭവം ഇനി ഡിപ്രഷനിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ വെച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിലെ അഭിനേതാക്കളെയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിലെ ആറ്റം ബോംബായിട്ട് നമ്മുടെ മമ്മൂട്ടി ഉണ്ട്, പിന്നെ ജയറാം, ജഗദീഷ്, സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, സെന്തിൽ, അനശ്വര, ബോബൻ ആലമൂടൻ, പഴയ കാലത്തെ സീരിയലുകളിൽ കൂടി പാവങ്ങളുടെ മമ്മൂട്ടി എന്ന് വിളിപ്പേരുള്ള കുമരകം രഘുനാഥ്, ഇതിലെ ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേവാത്ത പരിപ്പായിട്ട് തോന്നിയത് ബുദ്ധിജീവിയായിട്ട് അഭിനയിക്കുന്ന എപ്പോഴും നമ്മുടെ മിഥുൻ മാനുവൽ കൊണ്ടുവരുന്ന നമ്മുടെ അനൂപ് മേനോൻ ഇപ്പോഴും എനിക്ക് ഈ പടത്തിലും ഫീൽ ചെയ്തു. അനൂപ് മേനോൻ എന്തോ ചേരുന്നില്ല. മേനോൻ ഇങ്ങനെ മാറി എന്നൊരു ബുദ്ധിജീവി കളിക്കുന്ന ക്യാരക്ടറുകളാണ് ഇപ്പൊ മിക്ക പടത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. മാനമേ ആ പാട്ടൊക്കെ ഇതിൽ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ എനിക്കൊരു കോമഡി രംഗമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവസാനം ഇതിലെ പ്രതികൾ റിവഞ്ച് എന്താണ് അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്കിലെ കഥ പറയുമ്പോൾ നമ്മുടെ ബിഹൈൻഡ് ദ വുഡ്സിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഗസ്റ്റും ഗോസ്റ്റൊക്കെ ഇരിക്കുന്ന പോലെ വെറുതെ കസേരയിലൊക്കെ ഇരുന്നത് സിമ്പിളായിട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്ട്രൈക്ക് ചെയ്ത വാചകമാണ്, ജഗദീഷ് നടന്നു പോകുമ്പോൾ നമ്മുടെ ജയറാം ആളെ നോക്കിയിട്ട് പറയും ഹീസ് ഡെഡ് മാൻ വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സീനുണ്ട്. പക്ഷെ എനിക്കത് തിരിച്ചായിട്ട് തോന്നിയത്, അതായത് ജയറാം നടക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അതായത് ഒന്നിനും പറ്റാത്ത ഒരാൾ നടന്നു പോകുന്ന ഫീലായിട്ട് എനിക്ക് തോന്നിയത് ജയറാം നടക്കുമ്പോഴാട്ടോ. ഡോക്ടർ തന്നെ ഈ പടത്തിന്റെ തിരക്കഥയിൽ കൈവച്ചതിൻ്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ത്രില്ലർ എന്നതിന്റെ സ്വഭാവം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഗതികൾ മിഥുൻ മാനുവൽ അടിപൊളിയായിട്ട് ഈ തിരക്കഥയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഇങ്ങനത്തെ രംഗങ്ങൾ കാണിക്കുമ്പോഴുള്ള കണക്ഷനൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, മമ്മൂട്ടിനെ കാണിക്കുമ്പോഴുള്ള ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ രോമാഞ്ചിഫിക്കേഷൻ തന്നെയായിരുന്നു. ജയറാമാണോ മമ്മൂട്ടിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പകുതിയും ഓരോരുത്തർക്ക് കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിനെ ഓസി തന്നെയായിരിക്കും ഈ ഓസ്ലർ കയറി പോകാൻ പോകുന്നത്. മമ്മൂട്ടി അഭിനയിച്ചേക്കുന്ന കുറച്ച് സീനുകളാണെങ്കിലും അത് മതി ഈ പടം നമുക്ക് മുതലാവാനായിട്ട്. മിഥുൻ മാനുവൽ ആയതുകൊണ്ട് മാത്രമായിരിക്കണം മമ്മൂട്ടി ഈ പടത്തിന് കൈ കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആയിട്ടോ, ഈ പടത്തില് വണ്ടികൾ ഒരു മെയിൻ കഥാപാത്രമാവുന്നുണ്ട്. അപ്പൊ ഈ വണ്ടികളിലെ എല്ലാ സീനിലും, അതായത് മലയാള സിനിമ പരിചയിച്ചു വരുന്ന ഒരു രീതിയാണ്, ഇരുട്ട് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ പകലായിക്കോട്ടെ വണ്ടിയുടെ അകത്ത് ലൈറ്റ് ഇട്ടിട്ടാണ് ഇവർ ഡ്രൈവ് ചെയ്യണം. അതായത് എവിടെ നിന്ന് നോക്കിയാലും വണ്ടിയുടെ അകത്ത് ആരിയിരിക്കണമെന്ന്. എക്സാമ്പിൾ, ഇതിലെ മെയിൻ വില്ലൻ വണ്ടി ഓടിക്കുമ്പോൾ പോലും വണ്ടിയുടെ അകത്ത് ലൈറ്റ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരുന്നതാണോ ഇവർ ക്യാമറാമാൻ, അതായത് ഇരുട്ടായതുകൊണ്ട് എന്നാൽ ഇവരെയും കൂടെ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണോ എന്നറിയില്ല. പണ്ട് കാലം മുതലേ മലയാള സിനിമ ഇങ്ങനെയാട്ടോ. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കണം, ഇങ്ങനൊരു സംഭവമൊക്കെ ഇപ്പോഴും നമ്മൾ നിലനിർത്തി പോരുന്നുണ്ട്. അത് എൻ്റെ ഒരു മണ്ടത്തരാണോ അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ പടത്തിൽ രാത്രി എന്നില്ല പകലെന്നില്ല, എല്ലാ വണ്ടികളുടെ അകത്തെ ലൈറ്റ് ഇട്ടിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്, വില്ലൻ അടക്കം. അനശ്വര നന്നായിട്ടുണ്ട്. പിന്നെ ചെറുപ്പകാലം കാണിക്കുന്ന ക്യാരക്ടേഴ്സും പടത്തിനോട് നീതി പുലർത്തിയതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും നമുക്ക് ആലോചിച്ചിരിക്കാൻ സമയമില്ല കേട്ടോ. കഥ പടക്കോ പറഞ്ഞിങ്ങനെ വിട്ടടിച്ച് പോവാണ്. നമ്മൾ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴാണ് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് കഥയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തിണക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ പടം മുതലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതലായി. തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെയാണോ എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. ഗരുഡൻ ആയിക്കോട്ടെ, ഫീനിക്സ് ആയിക്കോട്ടെ, ഓസ്ലർ ആയിക്കോട്ടെ, ഒരുപാട് കഥകൾ എടുത്തിട്ട് മിഥുൻ മാനുവൽ ഇങ്ങനെ ജഗ്ലിങ് കളിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് നിലവാരം കുറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഗരുഡനൊക്കെ ഈ പടം വെച്ച് നോക്കുമ്പോൾ ഗരുഡനേക്കാളൊക്കെ ഏറെ മുന്നിലാണ് ഈ പടം. എങ്കിലും അഞ്ചാം പാതിരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ആ അഞ്ചാം പാതിര കണ്ട ആ ഫീലൊന്നും നമുക്ക് അതിന് ശേഷമുള്ള ഒരു പടങ്ങൾ നമുക്ക് കിട്ടിയതായിട്ട് തോന്നിയിട്ടില്ല. അഞ്ചാം പാതിരയായിട്ട് ഈ പടം കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, പടം തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെയാണ്. 10 എന്നുള്ള റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പടത്തിന് തീർച്ചയായിട്ടും 6.5 കൊടുക്കാം. പടം തീർച്ചയായിട്ടും ഒരു കാണേണ്ട സിനിമ തന്നെയാണ്. മിഥുൻ മാനുവലിൻ്റെ മറ്റൊരു ഹിറ്റും കൂടെ ആവുകയാണ് ഈ പടം എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കണം. അപ്പോൾ കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോഫി ജോസ്. താങ്ക്